തിരുവനന്തപുരം പെരിങ്ങമലയിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചു. ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കാമരാജ് നഗർ സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണത്. അപകടം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ശാരദ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇവർക്ക് മറ്റപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ നോക്കൂ, വീട് ഏകദേശം വെട്ടിപ്പൊളർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. വലിയ ഒരു തെങ്ങാണ്. ആ തെങ്ങ് വന്ന് വീടിൻ്റെ മുകളിലേക്ക് അങ്ങ് വീണു. അതിൻ്റെ ഉൾഭാഗത്തുള്ള ദൃശ്യങ്ങൾ നോക്കൂ. നമുക്കൊരു പ്രതികരണമുണ്ട്. വീട് ഏകദേശം നടുവേ അങ്ങ് വെട്ടിപ്പൊളർന്ന പോലെയായി. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. മുറിഞ്ഞു വന്നപ്പോഴുള്ള സൗണ്ട് പിന്നെ ഭയങ്കരമായിട്ട് കേട്ട് പേടിച്ച് പുറത്ത് അവിടെ കിടന്ന്. അല്ല ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? എഴുത്തൊന്നും പണിയില്ല, മുറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ കിടന്നിട്ട് എഴുത്ത് വന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എല്ലാം വെള്ളവും മഴയും കാറ്റുമായിട്ട് കിടക്കണം. സാന്ത്വനയുണ്ട്. സാന്ത്വന, തലനാരിഴയ്ക്കാണ് കേട്ടോ രക്ഷപ്പെട്ടിരിക്കുന്നത്. വീട് ഏകദേശം നടുവേ വെട്ടിപ്പൊളർന്ന പോലെയാണ് ആ തെങ്ങ് വന്ന് വീണപ്പോൾ. ആ സമയത്ത് എവിടെയായിരുന്നു നമ്മുടെ ശാരദ ചേച്ചി? അരുൺ, തിരുവനന്തപുരം കാമരാജ് സ്വദേശി പെരിങ്ങമലയിലാണ് ഈ സ്ഥലം. കാമരാജ് നഗറിലെ സ്വദേശിയായ ശാരദ, 70 വയസ്സാണ് ഇവരുടെ പ്രായം. ഇവരുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രി തെങ്ങ് കടപുഴകി വീണത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ കാറ്റും മഴയും ഈ സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ തെങ്ങ് വീടിന് മുകളിലേക്ക് വീണത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടക്കുന്ന സമയത്ത് 70 വയസ്സുകാരിയായ ശാരദ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരൊറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് ഈ ഇത്തരത്തിൽ തെങ്ങ് വീടിന് മുകളിലേക്ക് വീണ് കിടക്കുന്നത് അവർ കാണുന്നത്. വീടിന് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയാം, ഇതിനകത്ത് ശാരദ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല, അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ രാത്രിയും ആരെയും വിളിച്ചു വരുത്താനോ മറ്റൊന്നും ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് രാവിലെ ആയപ്പോഴാണ് പ്രദേശവാസികളൊക്കെ തന്നെയും ഈ വീടിന് മുകളിലേക്ക് ഇത്തരത്തിൽ തെങ്ങ് വീണ് കിടക്കുന്നത് കാണുന്നത്. പിന്നീട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ അടക്കം വിളിച്ചു പറയുകയും അവരെല്ലാവരും കൂടി വന്ന് പ്രദേശവാസികളും മെമ്പറും ഒക്കെ ചേർന്ന് ഇപ്പോൾ എന്തായാലും തെങ്ങ് എടുത്തു മാറ്റിയിട്ടുണ്ട്. വീടിന് ഏതാണ്ട് ഭാഗികമായി തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി നന്നാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പ്രദേശവാസികളും മെമ്പറും ഒക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീടൊന്ന് നന്നാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് അവരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശാരദാമ്മയ്ക്ക് മറ്റ് അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ആശ്വാസകരമായ കാര്യം. ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം വലിയ കാറ്റാണ് വീശുന്നത്. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തീർച്ചയായിട്ടും വീടിന് മുന്നിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അതെത്ര കായ്ഫലം തരുന്ന മരമാണെങ്കിലും ശരി, അത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വെട്ടിമാറ്റണം എന്നല്ലേ? തീർച്ചയായിട്ടും വെട്ടിമാറ്റുക. എന്തായാലും ആ ചേച്ചി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്.